ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. ഹൃദയം രണ്ട് രീതിയിൽ നിറയാം. ഒന്ന് നന്മ കൊണ്ട് നിറയാം, രണ്ട് തിന്മ കൊണ്ട് നിറയാം. അപ്പൊ ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ നിറവ് നന്മ കൊണ്ടാണ് എങ്കിൽ ആ ഹൃദയത്തിൽ നന്മയുടെ ആഗ്രഹങ്ങൾ പുറത്തു വരും. ആ ഹൃദയത്തിൽ നന്മയുടെ ചിന്തകൾ പുറപ്പെട്ടിട്ട് അത് ആ വ്യക്തിയെ നന്മയിലേക്ക് നയിക്കാം. മറിച്ചൊരു വ്യക്തിയുടെ ഹൃദയം തിന്മ നിറഞ്ഞതാണ് എങ്കിൽ തിന്മയുടെ ചിന്തകൾ അതിൽ നിന്ന് വന്നിട്ട് ആ വ്യക്തിയെ തിന്മയിലേക്ക് നയിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരത്തെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുള്ള ഈശ്വര ഉപദേശത്തെ ഒരു ശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥന എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 46ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ രണ്ടാമത്തേത് അങ്ങയുടെ രാജ്യം വരണമേ. ആ യാചന നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ യാചന രണ്ടാമതാണ് വന്നിരിക്കുന്നത്. കർത്തൃപ്രാർത്ഥനയുടെ പ്രാധാന്യം ചിന്തിക്കുമ്പോൾ ഒന്നാമത് വരേണ്ട പ്രാർത്ഥനയാണിത്. എന്നാൽ ദൈവത്തിന്റെ നാമം പൂജിതമാകുന്ന ദൈവത്തോടുള്ള സ്നേഹം നിറഞ്ഞ ഉള്ളങ്ങൾക്ക് മാത്രമേ അവിടുത്തെ ഹിതം അനുവർത്തിച്ചുകൊണ്ട് അവിടുത്തെ അനുസരിച്ചുകൊണ്ട് ദൈവത്താൽ ഭരിക്കപ്പെടുന്ന, ദൈവത്താൽ നയിക്കപ്പെടുന്ന ദൈവരാജ്യ അനുഭവത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ യാചന രണ്ടാമതായിട്ട് നൽകിയിരിക്കുന്നത് ഈ പ്രാർത്ഥനയിൽ നമ്മൾ കാണുകയുണ്ടായി. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി, ദൈവം നമ്മെ നയിക്കുന്നത്, ഭരിക്കുന്നത് ചിന്തകൾ തന്നുകൊണ്ടാണ്. അവിടെ തന്നെയാണ് സാത്താനും കയറി പരിശ്രമിക്കുന്നത്, ചിന്ത തന്നുകൊണ്ട്. നമ്മൾ മുൻ സെഷൻ കാണുകയുണ്ടായി, ഹവ്വയുടെ ഉള്ളില് ദൈവം കൊടുത്ത ചിന്തയെ മാറ്റിക്കളഞ്ഞിട്ട് താനും കൊടുക്കുന്ന ചിന്തയെ അനുസരിച്ചാൽ മതിയെന്ന് സർപ്പം പറഞ്ഞ് ഹവ്വയെ വഴി തെറ്റിക്കുന്നത്. നമ്മൾ ഈ സെഷൻ കാണുകയാണ്, ചിന്തയിലൂടെയാണ് നാം നയിക്കപ്പെടുന്നത് എങ്കിലും പ്രഭാഷകന്റെ പുസ്തകത്തില് 37-ാം അധ്യായം കാണുകയുണ്ട് ചിന്തയിലെ പ്രവൃത്തിയുടെ ആരംഭം. ചിന്തയെപ്പറ്റി നമ്മൾ അല്പം ഗൗരവത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. ചിന്തയ്ക്ക് 4 ഉറവിടങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എങ്കിലും നമുക്ക് കൃത്യമായിട്ട് ദൈവത്തിന്റെ ചിന്തയെ നയിക്കപ്പെടുന്നത് ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്ത തന്ന് നമ്മെ നയിക്കാനായിട്ട് ഒന്നാമത് സാധിക്കുന്നതും അവകാശമുള്ളതും ദൈവത്തിന് മാത്രമാണ്. ഹവ്വയ്ക്ക് ആദത്തിന് ദൈവം ചിന്ത ഇട്ടുകൊടുത്ത് പറഞ്ഞു കഴിഞ്ഞു. നമ്മളുടെ പുതിയ നിയമത്തിന്റെ പേജുകളിലേക്ക് വരുമ്പോൾ വൃദ്ധനായ ശമയോനെ കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം നമ്മൾ കാണുന്നുണ്ട്. അവിടെ 27-ാമത്തെ വചനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ശമയോൻ ദേവാലയത്തിലേക്ക് വന്നു. വൃദ്ധനായ ശമയോന് ദേവാലയത്തിൽ പ്രത്യേകമായ ജോലികളോ ഉത്തരവാദിത്തങ്ങളോ ഒന്നുമില്ല. അദ്ദേഹം തന്നെ സമയം മുഴുവൻ ഒരുപക്ഷെ ദേവാലയത്തിന് അനുവദിച്ചുള്ള ഏതെങ്കിലും ഒരു സൈഡ് മുറിയില്, സങ്കീർത്തി പോലെയുള്ള മുറിയില് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിച്ചും ആരാധിച്ചും സമയം ചെലവഴിക്കുകയാണ്. അപ്പോഴാണ് പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും ഉണ്ണിയം കൊണ്ട് ദേവാലയത്തിന് കാഴ്ച അർപ്പിക്കാൻ എത്തുന്നത്. അപ്പുറത്ത് അവരെത്തുമ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ശമയോന്റെ ഉള്ളില് ഒരു പ്രേരണ വരുന്നു, പള്ളിക്കകത്തേക്ക് പോകണം. അത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. ഒരുപക്ഷെ തന്നെ മാനുഷിക ചിന്തയിൽ അദ്ദേഹത്തിന് എതിർവാദം, എതിർ ചിന്ത എടുക്കാം. എന്തിനാണ് ഞാനിപ്പോ പള്ളിക്കകത്തോട്ട് പോകുന്നത്? ദേവാലയത്തിൽ എനിക്ക് ശുശ്രൂഷയൊന്നുമില്ല, എനിക്കിവിടെ ആരെയും കാണേണ്ട ആവശ്യമില്ല, സാഹചര്യമില്ല, ഞാൻ എന്തിനാ പിന്നെ പോകുന്നത്? അവിടെ ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ സ്വന്തമായിട്ട് ചിന്ത എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോകാനുള്ള ചിന്തയെ അവഗണിക്കാം. പക്ഷെ ആ ഒരു പള്ളിയിലേക്ക് പോകാനുള്ള പ്രേരണ പരിശുദ്ധാത്മാവിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്, വന്നിരിക്കുന്നത്, പ്രചോദനമാണ് എന്ന് ആ വൃദ്ധനായ പ്രവാചകന് അതുവരെയുള്ള തന്റെ ജീവിതത്തിൽ നിരവധി അനുഭവങ്ങളുടെ ആത്മീയ അനുഭവങ്ങൾ ബോധ്യമുണ്ടാവാം. അവിടെ അദ്ദേഹം എണീറ്റ് ചെന്നു. അപ്പോഴാണ് ഉണ്ണിയം കൊണ്ട് വന്നിരിക്കുന്ന പരിശുദ്ധ അമ്മയും യേശുദാനും കാണുന്നതും ഉണ്ണിയെ കയ്യിലെടുക്കുന്നതും ഇന്നത്തെ ജീവിതത്തിലെ വലിയ സാക്ഷാത്കാരത്തിന്റെ ആ വലിയ പ്രഖ്യാപനം, ദൈവമേ അങ്ങയുടെ ദാസനെ സമാധാനത്തിന് വിട്ടയച്ചാലും അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടിയുള്ള ആ പ്രവചനം പറയുന്നതെല്ലാം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിച്ചിട്ട് ഇങ്ങനെ മനുഷ്യ മക്കളെ നയിക്കുന്ന അനുഭവം ശമയോൻ മാത്രമല്ല, ദൈവത്തിന്റെ മക്കളായിട്ട് സ്വയം വിട്ടുകൊടുത്തിരിക്കുന്ന അനേക വ്യക്തികൾ പങ്കുവെക്കുന്ന നമുക്ക് തിരുവചനത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവർത്തനം 8-ാമത്തെ അധ്യായത്തില് 29-ാമത്തെ വചനത്തെ പ്രകാരം വായിക്കുന്നു, ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. ജെറുസലേമിൽ നിന്നും ഗാസയിലേക്കുള്ള
വീതിയിലൂടെ രഥയാത്ര ചെയ്ത് എത്തിയപ്പോഴേക്കാർ ഷണ്ടന്റെ പക്കല് ദൈവത്തിന്റെ വചനം പങ്കുവെക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ നയിക്കുന്നത് അങ്ങനെയാണ്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ 13-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ വാക്യത്തിൽ അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബാർന്നബാസിനെ സാവൂളിൽ ഞാൻ വിളിച്ചിട്ട് ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന് തെളിച്ച് എഴുതാൻ മാത്രം പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അവർക്ക് വ്യക്തമായിട്ട് കിട്ടി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ തന്നെ 16-ാമത്തെ അധ്യായത്തില് 6-7 തിരുവചനങ്ങളിലും ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചത് കൊണ്ട് അവർ ഫ്രീജിയ, ഗലാത്യ എന്നിവിടങ്ങളിൽ യാത്ര ചെയ്തു. മീസിയായിക്ക് അടുത്ത് വന്നപ്പോൾ ബിഥീനിയയിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു. എങ്കിലും യേശുവിന്റെ ആത്മാവ് അവരെ അതിന് അനുവദിച്ചില്ല. അതുകൊണ്ട് വേറെ വഴിക്ക് പോവുകയാണ്. ഇങ്ങനെ നമ്മൾ തിരുവചനത്തിൽ ആവർത്തിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, ഒരു വ്യക്തിയുടെ ഉള്ളത്തില് പരിശുദ്ധാത്മാവിന് പ്രേരണ തരാനായിട്ട് സാധിക്കും. അതോട് വ്യക്തമായിട്ട് തരുന്നു. അതവര് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതായിട്ട് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ മാനുഷ്യ ചിന്തയ്ക്ക് എതിരായിട്ട് കാണപ്പെടുമ്പോൾ പോലും അതനുസരിച്ച് അവർ പെരുമാറുകയാണ്. ഗാസയിലേക്കുള്ള വിജനമായ വഴിയിലൂടെ പാഞ്ഞു പോകുന്ന രഥത്തിന്റെ പിന്നാലെ ഓടിയെത്തി ചേർന്ന് ഓടി അതിലേക്ക് നോക്കി എത്തിയപ്പോഴേക്കാണ് സംസാരിക്കാൻ മാത്രം ഫിലിപ്പോസിന് പരിശുദ്ധാത്മാവിന്റെ സ്വരം തന്റെ ഉള്ളില് വ്യക്തമായിട്ട് തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മറ്റു സംഭവങ്ങളിലും മാനുഷികമായ ചിന്തകൾ വേറെ രീതിയിലാണ്, മാനുഷികമായ ആഗ്രഹങ്ങൾ വേറെ രീതിയിലാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്റെ കൃത്യമായി തിരിച്ചറിയുകയാണ്. ഇപ്രകാരം ദൈവത്തിന്റെ ആത്മാവിനെ നിരന്തരം നയിക്കപ്പെടുന്ന അനുഭവമാണ് ദൈവരാജ്യ അനുഭവം. അപ്രകാരം ഒരു അനുഭവത്തിൽ ജീവിതം മുഴുവനുമായി തീരണമേ എന്ന് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ്. ഈശോ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ യാചിക്കുമ്പോൾ നമുക്ക് ഇടവരുത്തുന്നത്. എന്നാൽ ഇതിന് വിരുദ്ധമായി നമ്മുടെ ഉള്ളിൽ ചിന്ത തന്നുകൊണ്ട് നമ്മുടെ വഴി തെറ്റിക്കാനായിട്ട് ഇടവരുത്തുന്ന രണ്ടാമതൊരു സാഹചര്യം പിശാച് നമ്മൾ സംസാരിക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, അത്താഴ സമയത്ത് പിശാച് ശിമയോന്റെ പുത്രനായ യൂദാസ് കറിയാത്തന്റെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു. അപ്പൊ ഈശോയുടെ അടുത്തിരിക്കുന്ന യൂദാസിന്റെ ഉള്ളില് ഒരു തോന്നല്, ഒരു ചിന്ത ഉണ്ടാവുന്ന ഈശോ ഒറ്റിക്കൊടുക്കണമെന്ന്. അത് തരുന്നത്, അത് വരുന്നത് പിശാചിന്റെ പക്കൽ നിന്നായിരുന്നുവെന്ന് യോഹന്നാൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാമത്തെ അധ്യായത്തില് 1 മുതലുള്ള തിരുവചനങ്ങളില് അനനിയാസ് സഫീർ സംഭവം അറിയാമല്ലോ. അവരുടെ വസ്തുവെല്ലാം വിറ്റിട്ട് ആ പണം മുഴുവനും ബർന്നബാസും മറ്റും ചെയ്യുന്നതായിട്ട് കണ്ടതുപോലെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അവർക്ക് കിട്ടി. അവർ വസ്തു വിറ്റു. പക്ഷെ വിറ്റ് കിട്ടി പണം വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടുകെട്ടായിട്ട് വെച്ചത് കണ്ടപ്പോൾ അവിടെയുള്ള സാത്താൻ ചിന്തയിട്ട് കൊടുക്കുകയാണ്, ഇത് മുഴുവൻ കൊടുക്കണ്ട. അങ്ങനെ അവർ പകുതി മറച്ചു വെച്ചിട്ട് ബാക്കി കൊണ്ട് മുഴുവനുമാണ് എന്ന ഭാവേന അപ്പോസ്തലന്മാരുടെ പക്കൽ വെക്കുമ്പോൾ പത്രോസ് കൃത്യമായിട്ട് ചോദിക്കുകയാണ്. 3-ാമത്തെ വാക്യം, അനനിയാസെ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്ത്? ഇപ്പൊ സാത്താൻ അനനിയാസിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചു, പ്രേരണ ഇട്ടുകൊടുത്തു. അങ്ങനെ പ്രേരിപ്പിച്ചത് എന്താ സാത്താനോട് ചോദിക്കുന്നത്? മറിച്ച് സാത്താൻ ഇട്ടുന്ന പ്രേരണയെ അനുസരിച്ചുകൊണ്ട് ഈ വ്യാജം പറയാൻ നീ എന്തുകൊണ്ട് നിന്നെ തന്നെ അനുവദിച്ചു? സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിക്കുക നീ എന്തിനെ അനുവദിച്ചു? അതുവഴിയായിട്ട് നീ ദൈവത്താൽ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്നും സാത്താന നയിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നീ അധപതിക്കുകയാണല്ലോ ചെയ്യുന്നത് എന്നാണ് പത്രോസ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് സംഭവിക്കുന്നത് നമുക്കറിയാം. താൻ പറഞ്ഞ കള്ളത്തെ, വ്യാജത്തെ ഈ വരയ്ക്ക് തന്നെയാണ് എന്ന മട്ടില് അടിവരയിട്ട് അനനിയാസ് ഉറപ്പിക്കുമ്പോൾ സാത്താൻ അദ്ദേഹം തന്റെ ജീവിതത്തിലേക്ക് പൂർണ്ണ അവസരം പ്രവേശിക്കാനായിട്ട് കൊടുക്കുകയാണ്. അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. പിശാച് എവിടെ പ്രവർത്തിക്കാൻ അവന് അവസരം കിട്ടുന്നോ അവിടെ കൊല്ലാനും നശിപ്പിക്കാനുമാണല്ലോ അവൻ വരുന്നത്. നമുക്കറിയാം. നമ്മുടെ ഹൃദയത്തിൽ ചിന്ത കടന്നു വരാനായിട്ട് ഇടവരുന്ന 3-ാമത്തെ സാഹചര്യം നമ്മുടെ തന്നെ ഉള്ളത്തിൽ നിന്നാണ്, നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തില് 34-35 തിരുവചനങ്ങളില് ഇപ്രകാരം വായിക്കുന്നല്ലോ, ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്നും തിന്മ പുറപ്പെടുവിക്കുന്നു. അപ്പൊ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. ഹൃദയം 2 രീതിയിൽ നിറയാം. 1 നന്മ കൊണ്ട് നിറയാം, 2 തിന്മ കൊണ്ട് നിറയാം.
അപ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ നിറവ് നന്മ കൊണ്ടാണ് എങ്കിൽ ആ ഹൃദയത്തിൽ നന്മയുടെ ആഗ്രഹങ്ങൾ പുറത്തു വരും. ആ ഹൃദയത്തിൽ നന്മയുടെ ചിന്തകൾ പുറപ്പെട്ടിട്ട് അത് ആ വ്യക്തിയെ നന്മയിലേക്ക് നയിക്കാം. മറിച്ചൊരു വ്യക്തിയുടെ ഹൃദയം തിന്മ നിറഞ്ഞതാണ് എങ്കിൽ തിന്മയുടെ ചിന്തകൾ അതിൽ നിന്നും വന്നിട്ട് ആ വ്യക്തിയെ തിന്മയിലേക്ക് നയിക്കാം. അതുകൊണ്ടാണ് മർക്കോസ് 7:21 ഈശോയുടെ മുന്നറിയിപ്പ് നാം വായിക്കുന്നത്. എന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, പുകാസക്തി, അസൂയ, ദോഷം, അഹങ്കാരം, മൂഢത എന്നിവയെല്ലാം പുറപ്പെടുന്നത്. അതവനെ അശുദ്ധമാക്കുന്നു. അപ്പൊ ഹൃദയം തിന്മ നിറഞ്ഞതാണ് എങ്കിൽ അവിടെ തിന്മയുടെ ചിന്തകള്, ആഗ്രഹങ്ങള് ഉയർന്നു വന്നിട്ട് മനുഷ്യനെ വഴിതെറ്റിക്കാം. 19-ാം സങ്കീർത്തനത്തിന്റെ 14-ാം തിരുവചനത്തില് നാം വായിക്കുന്നു, എന്റെ ദൈവമായ കർത്താവേ, എന്റെ അധരത്തിലെ വാക്കുകളും ഹൃദയത്തിലെ ചിന്തകളും എപ്പോഴും അങ്ങ് പ്രീതികരമായിരിക്കട്ടെ. മത്തായി 16:23 ഈശോ പത്രോസിനെ നോക്കി സാത്താനെന്ന് വിളിച്ചപ്പോ നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ് എന്ന് പറഞ്ഞു കാണുകയാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ചിന്തയിലൂടെ ദൈവത്തിന്റെ സ്വരവും നമ്മിലേക്ക് വരാം, സാത്താന്റെ സ്വരം നമ്മിലേക്ക് വരാം എന്ന് തിരിച്ചറിയണം. 4-മതായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തയ്ക്ക് കടന്നു വരാൻ അവസരം വരുന്നത് ലോകത്തിൽ നിന്നാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തില് നമ്മൾ വായിക്കുന്നു, ലോകത്തോടുള്ള മൈത്രി ദൈവത്തുള്ള ശത്രു നിറഞ്ഞുകൂടെ. ലോകത്തോട് മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തിന്റെ ശത്രുവായിട്ട് ഭവിക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 19-20 വാക്യങ്ങളില് ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ് നാം വായിക്കുന്നത്. എന്നാൽ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ് എങ്കിലും ലോകം മുഴുവനും ആ ശക്തിയിൽ പെട്ടുപോയിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തില് 19-ാം തിരുവചനത്തില് ഫരിസയര് പറയുന്നത് വായിക്കുന്നുണ്ട്, നോക്കൂ, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ലോകം മുഴുവനും അവന്റെ ഈശോയുടെ പിന്നാലെ പോയി കഴിഞ്ഞു. അപ്പൊ ദുഷ്ടന്റെ ശക്തി വലയത്തിലുള്ള ലോകം ഈശ്വര പക്കലേക്ക് വരാനായിട്ട് പ്രാപ്തി ഉള്ളതാണ്. മനസ്സ് വെച്ചാൽ അവർക്ക് സാധിക്കുമെന്നാണ്. അപ്പൊ ലോകത്തിന്റെ ആശയങ്ങള്, ലോകത്തിൽ നിന്ന് വരുന്നതായ ചിന്തകള്, അത് മുഴുവൻ അതിൽ തന്നെ തിന്മയല്ല. പക്ഷെ ലോകത്തിന്റെ അധിപനായ സാത്താന്റെ വലിയ സ്വാധീനം ലോകത്തിലൂടെ നമ്മുടെ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചിന്തയാലാണ് നമ്മൾ നയിക്കപ്പെടുന്നത്, ഭരിക്കപ്പെടുന്നത്. ഏത് രാജ്യത്തിലേക്ക് നമ്മൾ വരുന്നത് എന്നുള്ളത് ചിന്ത അനുസരിച്ചാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ 4 ഉറവിടങ്ങളിലൂടെ നമ്മൾക്ക് ചിന്ത കടന്നു വരുന്നു എന്നുള്ള വ്യക്തത നമുക്ക് എടുക്കാം. അതിന് മറ്റു സാങ്കത്യങ്ങള് വരും സെഷൻ നമുക്ക് കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.